സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് ആണ് കളിക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഒരു അയൺ ഫാം ഉണ്ടാക്കണം. ബിക്കോസ് നമുക്ക് അയണിൻ്റെ നല്ല ആവശ്യം വരും. ടൂൾസ് ഇത് എക്സെട്ര. എനിക്ക് വെറുതെ കയറി പോയി വരെ എന്തായാലും വയ്യ. മുമ്പത്തെ വീഡിയോയിൽ വീട് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ബട്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് അയൺ ടൂൾസ് അതൊക്കെ നല്ല ആവശ്യം വരും. ബിക്കോസ് വീട് ഉണ്ടാക്കാൻ തന്നെ അയൺ ടൂൾസ് എക്സെട്ര അതൊക്കെ ആവശ്യം വരും. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അയൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് വീടുണ്ടാക്കാം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫോം. സോ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഒരു അയൺ ഫാം ഉണ്ടാക്കണം. സോ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം നോക്കണം. നമുക്കൊരു നല്ല സ്ഥലം നോക്കാം. നമുക്ക് വില്ലേജിൻ്റെ അടുത്തായിട്ട് ഉണ്ടാക്കാം. ബിക്കോസ് നമുക്ക് ഈ വില്ലേജസിനെ കൊണ്ടുവരാൻ ഈസി ആയിരിക്കും. സോ ഗൈസ്, ഈ ഒരു സ്ഥലം നല്ലതായിട്ട്. സോ എനിക്ക് ഈ മണ്ണൊക്കെ ഇത്തിരി ഒന്ന് ഇതാക്കണം, ക്ലീൻ ചെയ്യണം. സോ അതിനൊരു ഷവൾ ഉണ്ടാക്കാം. സോ ഗൈസ്, ഞാൻ ഈ ഇത് ഫുള്ളൊന്ന് വൈപ്പ് ഔട്ട് ചെയ്യാം. സോ ഗൈസ്, ഞാനിത് ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് ഇത് ഫസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ എല്ലാ റിസോഴ്സസും ആവശ്യമുള്ള റിസോഴ്സ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്ര ആവശ്യമുണ്ട്. ഇതിൽ 2 വാട്ടർ ബക്കറ്റ് വേണ്ടി വരും. ഇന്ത്യയിൽ ഒരു ബക്കറ്റ് ഉള്ളൂ. സോ അത് തന്നെ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു 5x5 ഒരു ഹോള് ഇതാക്കുക, 2 ബ്ലോക്ക് ഹൈറ്റിൽ. സോ ഗൈസ്, ഞാൻ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട്, പക്ഷേ ഇപ്പോൾ ഒരു വില്ലേജ് വന്നു, ഒരേ വില്ലേജർ വന്നു. എനിക്ക് 2 വില്ലേജർ ആ ഓട്ടോയുടെ ഉള്ളിൽ കയറ്റാം. സോ ഗൈസ്, 2 വില്ലേജ് കിട്ടി ഗൈസ്. 2 വില്ലേജസിനും കിട്ടി. ഇതാ ഒരു പോണ്ട്. പിന്നെ നമുക്ക് ഇത് അടയ്ക്കാം. ഗൈസ്, 3 വില്ലേജസുമായി. സോ ഗൈസ്, ഇത് റെഡി ആയിട്ടുണ്ട്. സോ ഇനി ഈ ഒരു ബോട്ടിൽ ഒരു സോംബീനെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇത് വർക്കിംഗ് ആയിരിക്കും. അതിന് മുമ്പ് എന്താ വെച്ചാൽ രാത്രി വരെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു സോംബീനെ കൊണ്ടുവരുമ്പോഴേക്കും ബാക്കി എല്ലാ വില്ലേജസിനും കൊല്ലും. അത് എനിക്ക് നല്ല അനുഭവമുണ്ട്. സോ എന്താ വെച്ചാൽ ഈ സ്പോൺ ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ കൊല്ലും. ഈ വില്ലേജസ് ആണെങ്കിൽ ഒരു ബുദ്ധിയുമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ട്രാപ്പ് ചെയ്യാം. വീട്ടിൽ 2 പേര് കയറിയിട്ട് ട്രാപ്പ് ചെയ്യല്ല, അപ്പോഴത്തേക്ക് വീട്ടിൽ അടച്ചു വയ്ക്കാം. സോ അതിന് വേണ്ടി ഇപ്പോൾ എല്ലാ വില്ലേജസിനെയും അവരവരുടെ വീട്ടിൽ അടച്ചു വയ്ക്കണം. ഗൈസ്, രാത്രിയാണ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഇതിലൊന്നും ഉള്ളിൽ കയറുന്നില്ല. രാത്രിയാകുമ്പോൾ തന്നെ ഉള്ളിൽ കയറും ഉറങ്ങാൻ വേണ്ടി. സോ നമുക്ക് അപ്പം എല്ലാ ഇതും അടച്ചു കൂട്ടാം. രാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. A few moments later. സോ ഗൈസ്, രാത്രി ആവാറായി. അതുകൊണ്ട് എല്ലാവരും എടുക്കാറിയെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നമുക്കൊരു സോംബീനെ കൊണ്ടുപോകും. സോംബീനെ കിട്ടിയിട്ട് സോ ഇനി സോംബീനെ ആ ബോട്ടിൻ്റെ ഉള്ളിലാക്കാം. ഓക്കെ, 2 സോംബി എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഇത് ഡബിൾ ഓഫറാണ്. ഇപ്പം എന്ത് ചെയ്യണം? ഓ, 3 സോംബിയാ ഗൈസ്. 3 സോംബി ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ ഗൈസ്, 1 സോംബി എത്തി. ഗൈസ്, പ്രശ്നമായി. പിന്നെ ഒരു ആയങ്ങോ എന്തോ. ഓ ഗൈസ്, അറിയാണ്ട് ഏതോ ഒരു ചെറിയ സോംബി അവിടെ വന്നിട്ട്
സോ അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. പക്ഷേ ഇനി ഇതിനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ ചെയ്യാൻ പറ്റും. அப்போ நான் பொட்டனா இத்தனையும் நான் செய்து கொண்டிருக்கேன் நான் பொட்டனா ഓ മൈ ഗോഡ് ഗൈസ്, പ്രശ്നമായി. അവർ ചത്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെയും ഒരു 3 വില്ലേജസിനെ ഉള്ളിൽ കയറ്റണം. സോ ഗൈസ്, നമ്മുടെ അയൺ ഫാം മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട്. സോ ഇത്രയും പാടുപെട്ടു. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ എന്തോ കയറിയോ, അല്ലെങ്കിൽ ആ ചെറിയ സോംബി കയറിയതുകൊണ്ട് ആ 3 വില്ലേജസ് ചത്തു. ഞാനിപ്പോൾ പുതിയ വില്ലേജസിനെ കയറ്റി ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ വർക്കിംഗ് ആണ്. സോ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഇത് വർക്കാവും. ഇത് കണ്ട 25 ഇത് വിട്ടേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇതിനെ ചുറ്റും വെച്ചിട്ട് ഇതാക്കാം, കവർ ചെയ്യും. അതും എൻ്റെ ഐഡിയ വെച്ചാൽ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. അതിന് നമുക്ക് സാൻഡ് വേണ്ടി വരും. സോ സാൻഡ് താഴെ ഉണ്ട്. സോ കുറച്ച് സാൻഡ് കളക്ട് ചെയ്യും. $2,000 years later. അതോടെ തീർന്ന് ഗ്ലാസ് വെച്ച് മൊത്തം ഫില്ല് ചെയ്തിട്ട് ഫ്രണ്ടിലൊരു ഡോറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയും നമുക്ക് ഇതാക്കാം. ഇവിടെ 2 ലാൻഡ്. സോ പിന്നെ മേലെ ഇനി സ്ലാബ് ഇട്ട് ഇതാക്കാം. സോ ഗൈസ്, അപ്പോൾ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇതിൻ്റെ. നമുക്ക് ഇത്തിരി കൂടി ചേഞ്ചസ് വരുത്താം. പക്ഷേ ഇതാണ് ഞാൻ ബാ ഇതിൻ്റെ ഉള്ളിപ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ ആയ. എനിക്കിപ്പോൾ ഒരു റോഡ് കാണാം. ആകെ പിന്നെ ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടെസ്റ്റ് വെച്ചിട്ട് ഡബിൾ ചെസ്റ്റ് ആക്കാം. അത് കഴിഞ്ഞിട്ട് ഹോപ്പർ ഒന്നും വേണ്ടി വരും. ഇനി ഇവിടെ നിന്ന് അല്ലെങ്കിൽ എൻട്രൻസ് ഉണ്ടാക്കാം. ലൈക്ക് ഇവിടെ നിന്നല്ല, താഴത്ത് കൂടി അണ്ടർഗ്രൗണ്ടിൽ കൂടി ഈ ചെസ്റ്റ് എടുക്കാൻ. ബിക്കോസ് ഇവിടെ നിന്ന് ചിലപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പോകും. ഞാൻ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാം, ഗ്ലാസ് എടുക്കാൻ പോകാൻ നേരം അവിടെ നിന്ന് എല്ലാവരും സാൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. ബട്ട് കുഴപ്പമില്ല, ഇറ്റ് ഈസ് വെർത്ത് ഇറ്റ്. ഇത്രയും ഉണ്ടാക്കി നല്ല ചന്തമുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കി. നമുക്ക് ഈ അയൺ ഫാമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസിയസ്റ്റ് അയൺ ഫാം എവർ. ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് എന്തായാലും
ഒരു വീട് വേണ്ടി വരും. ബിക്കോസ് എന്തായാലും ഞാൻ എല്ലാവരുടെയും സ്ഥലത്തും പോയിട്ട് എവിടെയൊക്കെ വെച്ചിട്ടാണ് അടുത്ത എപ്പിസോഡ് നമുക്കൊരു വീട് ഉണ്ടാക്കണം. അത് ഞാൻ എന്തായാലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് വീട് ഉണ്ടാക്കാം. ഈ എപ്പിസോഡിൽ നമ്മൾ ഒരു അയൺ ഫാം ഉണ്ടാക്കി. സോ അത് വെച്ചിട്ടാണ് അയാളുടെ പ്രശ്നം നമുക്കുണ്ടാവില്ല. എത്ര അയൺ വേണമെങ്കിൽ കിട്ടും, കേവിൽ പോകാൻ പറ്റില്ല. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം ഒരു പുതിയ വീടുമായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മൈൻഡ് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ പറയുക, എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി. നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം, ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഇടാമല്ലോ. അത് തന്നെ നമുക്കൊരു വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് നോക്കിയിട്ട് ഞാൻ ഷോർട്സോ വീഡിയോ ആയിട്ട് ഇടാം. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ, പീസ് ഔട്ട്. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.